ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഒരു പുതിയ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. വേറെ വീട്ടിൽ ബാംഗ്ലൂരാണ്. അപ്പോൾ ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ബാംഗ്ലൂരാണ് അമ്മയും ചേച്ചിന്നൊക്കെ. വന്നപ്പോൾ തന്നെ ഡേ ഇൻ മൈ ലൈഫ് കൊടുക്കുന്നത് വിചാരിച്ചാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ എനിക്ക് അടുക്കി പറക്കുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ വന്ന ടൈമിൽ തന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് ഒന്ന് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അതായത് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എൻ്റെ മുന്നിലുള്ളപ്പോൾ എല്ലാം അടുക്കി പറക്കി നല്ല വൃത്തിയായിട്ടിരിക്കണം. അപ്പോൾ നമുക്ക് ചെറിയൊരു അടുക്കി പറക്കൽ വീഡിയോ കാണാം. അപ്പോൾ ഞാനതൊരു 2 ദിവസമായിട്ട് ചെയ്ത വീഡിയോ ആണ്. ബാക്കി വീഡിയോസ് നമുക്ക് പുറകെ ചെയ്യാം. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് വീഡിയോ കണ്ടുവരാം. അപ്പോൾ അതങ്ങനെ നമ്മൾ ബാംഗ്ലൂരിൽ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ വീടിൻ്റെ അവസ്ഥ ഇപ്പോൾ നമ്മൾ വന്ന് കയറിയതൊന്നുമല്ല. വന്നിട്ട് നമ്മളിപ്പോൾ ധ്രുക്കുട്ടിയുണ്ട്, അതുപോലെ തന്നെ ധ്രുക്കുട്ടിയുടെ ചേച്ചിയുണ്ട്. അപ്പോൾ 2 പേരും ഭയങ്കര കളിയായിരുന്നു കേട്ടോ. നമ്മൾ വന്നപ്പോൾ വെച്ച കുറേ സാധനങ്ങളും കുറേ കാര്യങ്ങളൊക്കെ തന്നെ ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ആദ്യം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. വന്ന് കയറി കുറച്ച് നേരം ആയിട്ടുള്ളൂ. പിന്നെന്താ കുറേ വന്നപ്പോൾ തന്നെ ഓൾറെഡി ധ്രുക്കുട്ടിയുടെ ചേച്ചിക്കും വയ്യ. അപ്പോൾ കുറേ മെഡിസിൻസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ടേബിളും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി വെക്കാൻ വെച്ചിട്ട് ടേബിൾ ഇങ്ങനെ വൃത്തികേടായി കിടക്കുന്നത് എനിക്ക് അത്ര താല്പര്യമില്ല കാണാൻ. അപ്പോൾ അമ്മ പറയുന്നു വന്ന് കയറി വഴിക്ക് തന്നെ നീ തുടങ്ങല്ലേന്ന്. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇരുന്നാൽ അത്ര രസമല്ലേ കാണാൻ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും അടുക്കി പറക്കൽ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ. അപ്പോൾ ആവശ്യത്തെ വേസ്റ്റുകളൊക്കെ അതിൻ്റെ ഒരു കവറൊക്കെ എടുത്ത് മാറ്റി. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര തണുപ്പുള്ളൊരു കാലാവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ധ്രുക്കുട്ടിക്ക് വയ്യാണ്ടായി. അതുപോലെ തന്നെ ധ്രുക്കുട്ടിയുടെ ചേച്ചിക്ക് ഓൾറെഡി വയ്യായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മരുന്നുകളും കാര്യങ്ങളാണ് വീട് മൊത്തം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ധ്രുക്കുട്ടിയുടെ ഒരു പാവയുണ്ട്. അപ്പോൾ അതിന് ഡ്രസ്സ് ഊരി കൊടുക്കാൻ വേണ്ടി ഒരുത്തി വന്നിരിക്കുകയാണ്. അതിന് ഡ്രസ്സ് ഊരിയിട്ട് അതിന് സ്നാഗിയിട്ട് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതിനിടയിൽ അത് ചെയ്ത് കൊടുത്തു. പിന്നെ അവിടെ ഞാൻ വൃത്തിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് തുടച്ചു നീറ്റാക്കുകയാണ്. പിന്നെ കുറച്ച് ഈ ബോട്ടിൽസൊക്കെ നമ്മൾ ഓൾറെഡി നമ്മളിവിടേക്ക് ബാംഗ്ലൂർക്ക് വന്നപ്പോൾ ബസ്സിൽ നിന്ന് കിട്ടിയ കുറച്ച് മിനറൽ വാട്ടറിൻ്റെ കുപ്പികളാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ചൊന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് അതവിടെ വെച്ചു, ഉപയോഗിച്ചിട്ട് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ മൊത്തമൊന്നും ക്ലീൻ ചെയ്യാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. കാരണം അതായത് വീട് മൊത്തം എന്തായാലും ഇപ്പോൾ ക്ലീൻ ചെയ്യില്ല. അപ്പോൾ ഞാൻ ചുമ്മാ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി നീറ്റാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ധ്രുക്കുട്ടി ഇവിടെ ചേച്ചിയമ്മ ഭയങ്കര കളിയാണ് കേട്ടോ. ധ്രുക്കുട്ടി ഇവിടെ വന്നപ്പോൾ പിന്നെ ചേച്ചിയമ്മ മതി കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് ഞങ്ങൾ എത്തിയത് ഒരു സാറ്റർഡേ ആണ്. അപ്പം അന്ന് ചേച്ചിക്ക് അതിന് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ധ്രുക്കുട്ടി ജാൻവിയുടെയാണ്. ജാൻവി എന്നാണ് ചേച്ചിയുടെ മോളുടെ പേര്. അവളുടെ ബുക്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സ്കൂളത്തെ. അതും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കളിച്ച ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഒതുക്കി ആവശ്യമില്ലാത്ത കടലാസുകളൊക്കെ ഒന്ന് മാറ്റുകയാണ്. അപ്പോൾ ഇത് അപ്പം എൻ്റെ ചേച്ചിക്കാണെങ്കിലും ചെയ്യാൻ അവൾക്ക് നേരം ഉണ്ടാവില്ല. പിന്നെ അമ്മയാണ് ചെയ്യുന്നത്. അപ്പോൾ അമ്മയ്ക്കാണെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട കൂട്ടത്തിൽ ഇങ്ങനെ പെട്ടെന്നൊന്നും ചെയ്യാനും പറ്റിയെന്ന് വരില്ല. അപ്പോൾ എനിക്കിത് ഇൻട്രസ്റ്റിംഗ് ഉള്ളൊരു കാര്യമാണ് ഇങ്ങനെ വൃത്തിയാക്കുക എന്നുള്ളത്. അത് കാരണമാണ് ഞാൻ വന്ന വയ്ക്കുന്നത് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇവിടെ ബാംഗ്ലൂർ ആയ കാരണം തന്നെ വോയിസ് ഓവർ കൊടുക്കാൻ ഭയങ്കര പാടാണ്. കാരണം പുറത്തു കൂടെ ഇടയ്ക്കിടയ്ക്ക് വണ്ടികൾ പോകുന്നുണ്ട്. ഭയങ്കര ഇങ്ങനെ കൂട്ടം കൂടി വീടുകളല്ലേ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് വോയിസ് ഓവർ കൊടുക്കാനായി. പെട്ടെന്ന് എല്ലായിടത്തും ബഹളങ്ങളാണ്. അപ്പോൾ അങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി. ടേബിളൊന്നും ഏകദേശം വൃത്തിയായിട്ടുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്യാമല്ലോ. അപ്പോൾ അത് ആവശ്യത്തെ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഞാനൊരു പാത്രത്തിലിട്ട് അത് മാറ്റി വെച്ചിക്കാൻ പോവാണ്. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ ക്ലീനിങ് വീഡിയോ മാത്രമാണോ ഇടുന്നത് എന്നുള്ളത്. അപ്പോൾ ക്ലീനിങ് വീഡിയോ ആണ് എല്ലാവർക്കും ഞാൻ ഇടുന്നതിൽ ഏറ്റവും ഇഷ്ടം ക്ലീനിങ് വീഡിയോസാണ് മറ്റു വീഡിയോസിനേക്കാളും. പിന്നെ എനിക്കും ക്ലീൻ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ നമ്മളെന്തായാലും ഒരു ക്ലീൻ ചെയ്യുമ്പോൾ അത് എന്താ പറയുക വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അത് ഇഷ്ടപ്പെടുന്നവരുണ്ട്. എനിക്കും പേഴ്സണലി അങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണ് കാണാനൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അടുക്കള ഭാഗത്ത് പോയി. അടുക്കള എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ബാംഗ്ലൂരാണ്. അപ്പോൾ അടുക്കളയായാലും എല്ലാം ഭയങ്കര കൺജസ്റ്റഡ് ആണ്. സാധനം വയ്ക്കാൻ വളരെ കുറവ് സ്ഥലമുള്ളൂ കേട്ടോ. അപ്പോൾ ആ സാധനങ്ങളിൽ ഒരു 90% അവളും ജാൻവിയുടെ മരുന്നുകൾ തന്നെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് വയ്യാണ്ടാവും. ഇവിടെ അവൾക്കും തണുപ്പൊന്നും പറ്റില്ല, പൊടി അതൊന്നും പറ്റാത്ത ആളാണ്. അപ്പോൾ അത് കാരണം ഇവിടെ പൊടിയും തണുപ്പൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരും. അതുകൊണ്ട് മരുന്നൊക്കെ ഇവിടെ സ്റ്റോക്കാണ്. അപ്പോൾ മരുന്നുകളൊക്കെ ഞാനിതെല്ലാം ഇതിങ്ങനെ വലിച്ചു വരി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടെ നന്നായിരിക്കുന്നു വെച്ചൊരു ബോക്സ് വേസ്റ്റായിട്ടൊരു ബോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ട് ഞാൻ അതിലേക്ക് എല്ലാ മരുന്നുകളും അവളുടെ ബോട്ടിൽസൊക്കെ എടുത്ത് വെച്ചു. പിന്നെ നമുക്ക് ഇവിടെ ഒരു എന്താ പറയുക, എനിക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. കാരണം എനിക്ക് കൂടുതലൊന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല. കാരണം വേറെ സ്ഥലമില്ല ഇത് വെക്കാനൊന്നും. അപ്പോൾ ഉള്ളത് നമുക്ക് കുറച്ചും കൂടി വൃത്തിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്ന് മാത്രം.
അപ്പോൾ ഭക്ഷണം ഓടിയമ്മ ഉണ്ടാക്കി വെച്ചതൊക്കെ കഴിക്കാൻ വെച്ചതാണ് കേട്ടോ. അതാണ് ഇങ്ങനെ തുറന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്നോട് കഴിക്കാൻ പറഞ്ഞ ഇടയിലാണ് ഞാനത് വന്ന് ചെയ്യുന്നത്. അപ്പോൾ അമ്മ അവിടെ നിന്ന് എന്നെ ഇങ്ങനെ കുറേ ചീത്ത പറയുന്നുണ്ട്. അതായത് ഇതിപ്പോൾ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ നിനക്ക്, ഭക്ഷണം കഴിച്ചുകൂടെ എന്നൊക്കെ. അപ്പോൾ എനിക്കിങ്ങനെ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതൊന്ന് ക്ലീൻ ആക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാനും എനിക്കൊരു ഇൻട്രസ്റ്റ് ഉള്ളത് കാണട്ടെ ഞാൻ അതിന് നിന്നത്. അങ്ങനെ നമ്മുടെ മരുന്നും കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റാക്കി വെച്ചു. പിന്നെ ഞാൻ ഉള്ളതൊക്കെ തന്നെ അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് അമ്മയ്ക്ക് കൈകാര്യം ചെയ്യാനുള്ള സാധനങ്ങളാണ്. അതെടുത്ത് വേറെ എവിടെയും മാറ്റി വയ്ക്കാനും പറ്റില്ല. ഞാൻ കൊടുക്കുന്ന കുറച്ച് ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അടിയിലേക്ക് എടുത്ത് വെച്ചു. ബാക്കി ക്ലീനിങ് ഞാൻ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആ മരുന്നുകൾ എടുത്ത് വെച്ചപ്പോൾ എനിക്കിതൊരു സമാധാനമായി. പിന്നെ നമ്മൾ പിറ്റേ ദിവസമാണ് കേട്ടോ. പിറ്റേ ദിവസം നമ്മൾ പുറത്തൊക്കെ പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഏകദേശം സാധനങ്ങളൊക്കെ അതെടുത്ത് ഒന്നും കൂടി ഉള്ളതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഞാൻ പറഞ്ഞ സ്ഥലം വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ അത് കാരണം ഉള്ള സ്ഥലത്തുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഒന്നും കൂടി വൃത്തിയാക്കി വെക്കുകയാണ്. പാത്രങ്ങളൊക്കെ ഉള്ളതൊന്നും കൂടി സെറ്റ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചു. ഇപ്പോൾ കാണുമ്പോൾ നമുക്കത്ര ഇത് തോന്നിയില്ലെങ്കിലും ഉണ്ടായിരുന്നത് ഞാൻ അത്യാവശ്യം സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അടുക്കള ഭാഗം എന്ന് പറയുന്നത് ഞാൻ ആ ഒരു ചെറിയൊരു ഏരിയ മാത്രമേ ഉള്ളൂ കേട്ടോ അടുക്കള. ബാക്കി റൂംസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വിശാലമാണ്. അടുക്കള എപ്പോഴും ചെറുതാണ്. അത് മിക്കവാറും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെയുള്ള ഫ്ലാറ്റ് പോലുള്ള സ്ഥലങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്നുകൂടി അറേഞ്ച് ചെയ്ത് ഞങ്ങൾക്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഒന്ന് ഇപ്പോൾ ഒരു നൈറ്റാണെന്ന് തോന്നുന്നത്. പിറ്റേ ദിവസം നൈറ്റാണ്. ഞാൻ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാനെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അമ്മ എന്ന് പറയുന്നത് എന്നേക്കാളും ഭയങ്കര ഇതാണ്, വൃത്തിയുടെ കാര്യത്തിൽ കുറച്ച് കൂടെ നിൽക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് ഞാൻ ചെയ്യുന്നതും അത്ര ഇഷ്ടമാവണില്ല. അത് വേറെ കാര്യം. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലും അമ്മ കൂടെ ഒന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതെങ്ങനെയല്ല ഇതിങ്ങനെയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ അവിടെ ക്ലീൻ ചെയ്തു കേട്ടോ. അങ്ങനെ അടുക്കള ഭാഗം ഏകദേശം ഇപ്പോൾ നമുക്ക് അടുക്കള ഭാഗം ഇത് ദിവസം ഇങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ കൈകാര്യം ചെയ്യുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ ഓരോ ദിവസം നമുക്കങ്ങനെ വൃത്തിയാക്കി അടുക്കി പറക്കി വയ്ക്കാമെന്ന് മാത്രം. അത് എപ്പോഴും അതേപോലെ എന്തായാലും ഇരിക്കില്ല. അങ്ങനെ ഏകദേശം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഉണ്ണിയോളെ നോക്കുന്ന നേരം കൊണ്ട് ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ച് അമ്മേനെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ചേച്ചി അവൾക്ക് ഡ്യൂട്ടി കഴിയുമ്പോൾ 1 മണിയാവും കേട്ടോ. അപ്പോൾ കിച്ചൻ്റെ ഈ സൈഡിലിരിക്കുന്ന ഓരോ പാത്രങ്ങൾക്കും അമ്മ ഓരോ ഓരോ ഉപയോഗങ്ങൾ അമ്മ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഓരോ വെള്ളം, കാരണം ഇവിടുത്തെ വെള്ളം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും, പൊട്ട വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളം എന്ന് പറയുന്നത്. കുടിക്കാനൊക്കെ നമുക്ക് വേറെ ഫിൽറ്ററിൽ നിന്ന് വെള്ളം വരും. അപ്പോൾ പാത്രം കഴുകി കഴിഞ്ഞാൽ അമ്മ ഫിൽറ്ററിൽ നിന്ന് വെള്ളം കൊണ്ട് എല്ലാ പാത്രവും ഒന്നുകൂടി കഴുകും. അപ്പോൾ അത് കാരണം അതിന് വേണ്ടി സെപ്പറേറ്റ് പാത്രം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അമ്മ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ തന്നെ അമ്മയുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജൊക്കെ ഒന്ന് ചുമ്മാ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഏരിയയും ഒന്ന് വൃത്തി. അത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നിറച്ച് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൗണ്ടുകളിടയിൽ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കാം. അപ്പോൾ ഞാനത് അങ്ങനെ ആ ഒരു ക്ലീനിങ് കഴിഞ്ഞു. അപ്പോൾ തലേദിവസം ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചുള്ള ടേബിളാണ്. അപ്പോൾ ആ ടേബിളിൽ പോയിരിക്കുന്ന നെയിൽ പോളിഷ് എന്തൊക്കെയാണ് കേട്ടോ. ജാൻവി വലിച്ച് വാരി നെയിൽ പോളിഷ് അത് തേച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ടേബിൾ ഞാൻ ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ കുറേ മിനറൽ വാട്ടറിൻ്റെ കുപ്പിയൊക്കെ എടുത്ത് കളഞ്ഞു, ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് കളഞ്ഞു. അപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ ഒന്നും കൂടി ഓർഗനൈസ് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കളിച്ചിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരുത്തി. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് പറക്കി അതിൻ്റെ സ്ഥാനത്തേക്ക് വെക്കുകയാണ്. പിന്നെ ഇപ്പം ഞങ്ങൾ വരുന്നത് പ്രമാണിച്ചത് ചേച്ചി ഇവിടെ കട്ടിലും ബെഡും കാര്യങ്ങളൊക്കെ അവളത് വാടകയ്ക്ക് എടുത്തതാണ് കേട്ടോ. കാരണം ഇവർക്കിപ്പോൾ ഒരു കട്ടിലോടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ വരുന്നത് പ്രമാണിച്ചിട്ട് അവൾ ബെഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ എൻ്റെ എല്ലാ കാര്യവും അച്ഛൻ മരിച്ച ശേഷം സത്യം പറഞ്ഞാൽ വീട്ടിലത്തെ എല്ലാ കാര്യവും നോക്കുന്നത് ചേച്ചി തന്നെയാണ് കേട്ടോ. അവളുടെ ഒരൊറ്റ ആളാണ് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നത് അവൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ വരുന്നത് പ്രമാണിച്ച് അവൾ കട്ടിലും കാര്യങ്ങളൊക്കെ എടുത്തു. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ അവൾ അങ്ങനെ ഉണ്ടാവും എന്നുള്ളതേ. അപ്പോൾ എന്തായാലും ഉണ്ണിക്കായിട്ട് വരുന്ന കാരണം നമുക്ക് എല്ലാ ഫെസിലിറ്റിയും ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവൾ ചെയ്തതാണ്. അപ്പോൾ അവർ ബെഡ്ഷീറ്റൊന്നും പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓൾറെഡി ഇവിടെ ഉള്ളൊരു ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഓൾറെഡി ബെഡ്ഷീറ്റൊക്കെ ഓർഡർ ചെയ്തു. ഓൺലൈനിൽ ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് വേണ്ടിയിട്ട് പുതിയത്. അപ്പോൾ വന്ന് തന്നെ എനിക്ക് ഇടാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ പുതിയ ബെഡ്ഷീറ്റ് എന്നാലും മാറ്റാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ നല്ല ബെഡ്ഷീറ്റാണ്. അത് അത്യാവശ്യം റീസണബിൾ റേറ്റിൽ നല്ല ബെഡ്ഷീറ്റായിരുന്നു. അപ്പോൾ ദുർക്കുട്ടിക്ക് ഇങ്ങനെ സമ്മാനം തുറക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ സമ്മാനം വന്നിട്ട് അവളെ കൊണ്ട് തുറപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ അവൾ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വൃത്തിയാക്കുന്ന സമയത്ത് ഇതിപ്പോൾ ഒരു I think 3rd ഡേ ആണ് കേട്ടോ. 3rd ഡേ ആണ് ഞാൻ വന്നിട്ട് 3rd ഡേ ആണ് ഞാൻ ഈ ഒരു
ബെഡ്ഷീറ്റൊക്കെ മാറ്റിയത്. ബെഡ്ഷീറ്റ് ഓൾറെഡി ഉണ്ട്, പക്ഷേ ഞാൻ നല്ല ബെഡ്ഷീറ്റൊക്കെ വിരിച്ചത് അമ്മ ഓർഡർ തന്ന പുതിയ ബെഡ്ഷീറ്റ് വിരിച്ചത് ഞാൻ 3rd ഡേ ആണ്. അപ്പോൾ എല്ലാ ദിവസവും ഓരോ ദിവസം ഓരോന്ന് ചെയ്യണം. കാരണം പിള്ളേരുള്ള കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല. കാരണം നമ്മൾ എങ്ങടെയെങ്കിലും തിരിഞ്ഞ അപ്പം ജാമ്യനെ പോയിട്ട് അടിക്കും. ചുമ്മാ ഉപദ്രവിക്കലാണ് അവളെ മെയിൻ പരിപാടി. ഉപദ്രവിച്ച ശേഷം പിന്നെ അവൾ സോറിയൊക്കെ പറയും കേട്ടോ, അങ്ങനെയുണ്ട്. അപ്പോൾ പിന്നെ ചേച്ചി ജോലിക്ക് പോവും. അപ്പോൾ അത് കാരണം ജാൻവി ആയാലും ഇവളെല്ലാം തിരിച്ചൊന്നും ചെയ്യില്ല. അപ്പോൾ നമ്മളെന്തായാലും ഒപ്പം നിൽക്കും. ഇനി ഇങ്ങോട്ടും ഇവരിങ്ങനെ അടി കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് ഒപ്പം തന്നെ നിൽക്കും. അപ്പോൾ ഇപ്പോൾ ഇതാ ജാൻവി ഉറങ്ങുകയെന്ന് തോന്നുന്നു. ആ നേരത്താണ് ഇപ്പോൾ ഇവിടെ ഒരുത്തി കളി. ഞാനിവിടെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അവളുടെ വക ഭയങ്കര കളി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ വേറെ നിവർത്തിയില്ല, ഇവള് നമ്മുടെ അടുത്ത് നിന്ന് പോകില്ല. അപ്പോൾ ഇവൾക്ക് നല്ല പനിയായിരുന്നു. ഒരു ഫസ്റ്റ് ഡേ സെക്കൻഡ് ആയപ്പോൾ തന്നെ നല്ല പനിയും കഫക്കെട്ടൊക്കെ ആയിട്ട് ആൾക്ക്. അപ്പോൾ ഇപ്പോഴും വയ്യ. പക്ഷെ ഉറങ്ങുമ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ട് കേട്ടോ. ഉറങ്ങിയിട്ട് 2 ദിവസം ശരിക്കും ഉറങ്ങിയിട്ടേ ഇല്ല. ഇവളെടുത്തിരിക്കൽ തന്നെയായിരുന്നു. അപ്പം എൻ്റെ മേത്തൊക്കെയാണ് നെയിൽ പോളിഷ് വാഴ്ത്തി തേച്ചിരിക്കുകയാണ്. അവളുടെ ഓരോ കളികളാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ക്യാമറ സ്റ്റാൻഡൊന്ന് തട്ടി ചെറുതായിട്ട് കേട്ടോ. അപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണ് ആൾ നിൽക്കുന്നത്. അപ്പം ഞാൻ ഇടയിൽ നല്ല ചീത്ത പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ പണിയെടുക്കേണ്ട ഇടയിൽ ഇവൾ വന്നിങ്ങനെ കാര്യങ്ങൾ എന്താ പറയുക, ഇരട്ടിയാക്കി തരുന്ന പോലെ എനിക്ക് തോന്നുന്നു. പണി കൂടുതൽ ഇരട്ടിപ്പിക്കില്ല. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് ചീത്തയൊക്കെ പറയുന്നുണ്ട് എൻ്റെ ഇടയിൽ. അങ്ങനെ ഏകദേശം ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര നേരത്തേക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല. അങ്ങനെ ബാക്കി എന്താ പറയുക, അത് തലോണകളൊക്കെ ഇങ്ങനെ വാടകയ്ക്ക് ഇതെങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഇതെന്ന് എനിക്കറിയില്ല. അങ്ങനെ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റും മറ്റ് സാധനങ്ങളൊക്കെ ബാക്കി വാഷിംഗ് മെഷീനിൽ ഇടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ധ്രുക്കുട്ടി ഇവിടെ എന്തോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ സാധനങ്ങൾ വലിച്ചതായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് വൃത്തിയാക്കലൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാൻ കുറേ അടക്കി പറക്കി വെച്ച സാധനങ്ങൾ തിരിച്ചിങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കട്ടിലുമ്മ കയറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചീത്ത അറിയുന്നുണ്ട് കേട്ടോ, കട്ടിലുമ്മ കയറി വീഴുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്ന പാട് തന്നെ അവളെ പാപ്പുയുടെ മുഖത്തൊക്കെ നെയിൽ പോളിഷ് വളർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞു. അവിടെ അടിച്ച് വരെ സെറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു നൈറ്റാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ അങ്ങനെ നമ്മുടെ റൂമൊക്കെ സെറ്റ് ചെയ്ത് വൃത്തിയായി കേട്ടോ. ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ ഈ ഒരു ഷെൽഫിൻ്റെ അവസ്ഥ. വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമുക്കൊന്ന് അടുക്കി പറക്കിയാൽ സെറ്റാവും. അപ്പോൾ ഞാൻ കിടക്കുന്ന റൂമിലൊരു ഷെൽഫാണ് കേട്ടോ അത്. അപ്പോൾ ഇതുപോലെ തന്നെ കുറേ സാധനം അവർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ വന്നപ്പോൾ കുറേ സാധനം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വളരെ സ്പീഡിലാണ് കാണിക്കുന്നത്, കാരണം കുറേ സമയത്ത് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഇത് കുറേ നേരം കാണുമ്പോൾ ചിലപ്പോൾ ബോറടിക്കായിരിക്കും. അപ്പോൾ ജാൻവിയുടെ സ്കൂൾ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ സ്കൂളിൽ പോയിട്ട് കുറച്ച് ദിവസമായി വയ്യാത്ത കാരണം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ ഞാൻ ഓൾറെഡി എല്ലാം, ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ പുറത്ത് വെറുതെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഓരോ ബോക്സിൽ അതിൻ്റേതായ സാധനങ്ങൾ അതിൻ്റേതായിട്ടുള്ള ബോക്സിലേക്ക് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. മെഡിസിൻസ് ഉണ്ട്, അതുപോലെ തന്നെ അവൾ ഉപയോഗിക്കുന്ന ആക്സസറീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സ്ഥലത്തേക്ക് വെച്ചു. പിന്നെ അവളുടെ കോസ്മെറ്റിക്സ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റേതായ സാധനങ്ങളിലേക്ക് വെച്ചു. പിന്നെ ആ മെഡിസിൻ്റെ ബോക്സ് ഒന്നുകൂടി വൃത്തിയാക്കണം. അതിലെ മെഡിസിൻ കവറുകളൊക്കെ, ആവശ്യത്തെ കവറുകളൊക്കെ മാറ്റി വയ്ക്കണം. അപ്പോൾ ഞാൻ മരുന്ന് പാത്രത്തിൽ ആവശ്യമില്ലാത്ത കവറുകളൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ്. അപ്പോൾ അതൊന്ന് ഏകദേശം നല്ല രീതിയിൽ ക്ലീനായി സെറ്റാക്കി വെച്ചു. ദീപ്പെണ്ട് വൃത്തിയാക്കാൻ സമ്മതിക്കണില്ല അല്ലേ അമ്മേനെ, കുറുമ്പത്തി. അതിൻ്റെ ഇടയിൽ ധ്രുക്കുട്ടി ജാൻവിനെ പോയിട്ട് തോണ്ടിയാൽ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ധ്രുക്കുട്ടീനെ എൻ്റെ മേത്ത് എടുത്തിട്ടാണ് ബാക്കി പണികൾ ചെയ്തത്. ഈ ഷെൽഫ് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ വരുന്നതിന് മുന്നേ തന്നെ അമ്മ ഓൾറെഡി ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അടുക്കി പറക്കുന്നത് എൻ്റെ പണിയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അടുക്കി പറക്കി വെക്കുകയാണ്. നമ്മൾ ക്ലീൻ ചെയ്തൊക്കെ ഏകദേശം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഒന്നുകൂടി കാര്യങ്ങളൊക്കെ ഒന്നുകൂടി അടുക്കി ഒന്നുകൂടി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ മെയിൻ അടുക്കി പെറുക്കലുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അമ്മ ക്ലീൻ ചെയ്തും പറഞ്ഞെങ്കിലും എൻ്റെ വക ഒരു തുടയും കൂടി തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ആ ഷെൽഫ് ഞാൻ ഒന്നുകൂടി വൃത്തിയായി തുടച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു പണിയോട് കൂടിയിട്ട് ഏകദേശം കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ചായി. എനിക്ക് സമാധാനമായി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ഇങ്ങനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റി. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വീഡിയോ പിന്നെ കാണാൻ. അതായിരിക്കും ബൈ.